Hello examiner students, the Alan sir ആണ്. നിങ്ങളുടെ NMMS പരീക്ഷയ്ക്ക് എന്ത് ക്വസ്റ്റ്യൻ വരും, എന്ത് ക്വസ്റ്റ്യൻ വരില്ല ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ NMMS പഠിക്കാനും അത് എഴുതി സ്കോളർഷിപ്പ് നേടാനുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളാണ് എക്സാമിനർ ബ്രാൻഡ് അംബാസഡേഴ്സ്, ആ കാര്യം മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ NMMSൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് മാത്ത് അനാലിസിസ്, മെൻ്റൽ അബിലിറ്റി ടെസ്റ്റ്, ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തലേൻ്റെ ഉള്ളിലുള്ള തലച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഭാഗം സ്കോളാസ്റ്റിക് അല്ല, മാത്ത് നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റാണ്. അതിൽ ഏത് ക്വസ്റ്റ്യൻ വരും, എന്ത് ക്വസ്റ്റ്യൻ വരും, ഡൈസ് വരുമോ സാർ, എൻ്റെ ബ്ലഡ് റിലേഷൻ വരുമോ, അങ്ങനെ കുറേ ഡൗട്ടാണ്. ഡയറക്ഷൻ ടെസ്റ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് പഠിക്കണം എന്ന് ആർക്കും അറിയില്ല. എന്നാൽ അത് ഞാൻ ഈ ഒറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം മറക്കരുത്, നിങ്ങൾ എക്സാം വിന്നറിൻ്റെ ബാച്ചിനാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണ് മക്കളെ, 0 rupees എക്സാം വിന്നർ ജ്വാല NMMS ബാച്ച് നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്കും കിട്ടും മക്കളെ സ്കോളർഷിപ്പ്. അതിനുവേണ്ടി എല്ലാ കാര്യവും എക്സാമിനർ തരുന്നുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അത്രേ ചെയ്യുള്ളൂ. ഫ്രീ ആണ്. നിങ്ങൾക്ക് ക്ലാസ് അങ്ങോട്ട് തരും. നിങ്ങൾക്കൊരു അടിപൊളി പ്ലേലിസ്റ്റ് ഉണ്ട്, എല്ലാ വീഡിയോസും ലൈവൊക്കെ ഉള്ളത്. അതെല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇത്രയല്ല കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കും. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. പഠിപ്പിക്കാനുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ടു എവറി സ്റ്റുഡൻറ്റ്. കാരണം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുമ്പം നിങ്ങൾ പറയും എക്സാമിനറിൻ്റെ സ്റ്റുഡൻ്റ് ആണ്, എക്സാമിനർ ക്ലാസ് കാരണമാണ്. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. ഇനി നമ്മുടെ ഈ മാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും കിട്ടും. എവിടെ? വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി ആൻസറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കണം. ഒരു ദിവസം വിടാണ്ട് അടിപൊളിയായിട്ട് പഠിക്കണം. ഇത്രേ ഉള്ളൂ. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് ക്ലാസ്സിൻ്റെ അലേർട്ട് കിട്ടും, അതേപോലെ ക്വസ്റ്റ്യൻസും കിട്ടും, നോട്ട്സ് എല്ലാം കിട്ടും. അതിന് ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ഫ്രീ ആയിട്ട്. അവിടെ ക്വസ്റ്റ്യൻസും കിട്ടും, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എക്സാം സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. 2 ഭാഗമുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ, മെൻ്റൽ അബിലിറ്റി ടെസ്റ്റ്. നിങ്ങൾക്ക് എത്ര ബുദ്ധി ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. 90 ക്വസ്റ്റ്യൻ ഉണ്ട്, 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാറ്റ് എന്ന് പറയുമ്പോൾ സ്കോളസ്റ്റിക്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സിലബസ് ആയിട്ട് ബന്ധമുള്ള സയൻസ്, സോഷ്യൽ, മാത്സ്, അത് മൊത്തം 35, 70, 90 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് മിക്കവർക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും എക്സാമിനർ പഠിപ്പിക്കുന്നുണ്ട്, ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂളിനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് ഇത് അത്യാവശ്യം മോശമല്ലാണ്ട് ചെയ്യും, അത് നമ്മൾ പഠിപ്പിക്കും. പക്ഷെ എല്ലാവർക്കും പ്രശ്നം എവിടെ വരിക? മാത്തിൽ മെൻ്റൽ അബിലിറ്റി ടെസ്റ്റ്. കാരണം അത് നിങ്ങൾ 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് ചെയ്യണമെന്ന് ഒരു ഉറപ്പില്ല. അതിന് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതൊരു ടെസ്റ്റാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി ഹാപ്പി ആയിട്ട് പോകാനല്ല. നിങ്ങൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനെക്കാളും ഔട്ട് പെർഫോം ചെയ്യണം. നിങ്ങൾ ബാക്കിയുള്ളവർ മോശമുള്ള സ്ഥലം നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങളായിരിക്കും സ്കോർ കൂടുക. ഓക്കെ, അപ്പോൾ ഇത് മാത്രം പഠിച്ച് 100% കിട്ടുമോ സ്കോളർഷിപ്പ്? അല്ല. എക്സാം ടൈം ടേബിളിൽ വരുന്നതിന് മുമ്പേ എലിജിബിലിറ്റി എങ്ങനെയാണ് NMMS? 40% മാർക്സ് മാത്തിന് വേണം, സാത്തിനും വേണം. മാത്തിന് നിങ്ങൾ ഒട്ടുമില്ല, സാത്തിന് 100% കാര്യമില്ല. നിങ്ങൾ മാത്തിന് 40% മിനിമം വേണം, സാത്തിന് വേണം മിനിമം ശതമാനം. അത് മിനിമം പോരാ, നിങ്ങൾ നന്നാവണം. നിങ്ങൾക്ക് നോക്കി ഇത്രയും സ്റ്റുഡൻസിനെ കിട്ടുള്ളൂ കേരളയിൽ നിന്ന്. നിങ്ങൾ ടോപ്പ് 3473 ആയിരിക്കണം. ആൻഡ് ഈ രണ്ടിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അതിനുവേണ്ടി എക്സാമിനറിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മക്കളെ ഈ വീഡിയോ എല്ലാവരും അറിയട്ടെ കേട്ടോ. ഇനി നമ്മൾ ടൈം ടേബിൾ എത്ര ദിവസമുണ്ട് മക്കളെ, നിങ്ങൾ ഈ ദിവസം എണ്ണി നോക്കിക്കോ. ക്രിസ്മസ് എക്സാമിന് തൊട്ട് മുന്നായിട്ട് വരും നിങ്ങളുടെ 7th ഡിസംബർ, 7ാം തീയതി ഡിസംബർ. നിങ്ങളുടെ രാവിലെ മാത്തിൻ്റെ ഉണ്ടാവും, ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറ്റ് ഉണ്ടാവും 10 മണിക്ക്, പിന്നെ 1:30ക്കും. ഓക്കെ, 1.5 മണിക്കൂർ എക്സാം ആണ്. എല്ലാവരും തകർത്ത് എഴുതാൻ പോകുന്ന ദിവസമാണ്. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോകാൻ കാണുക. ലൈവും നടക്കാറുണ്ട് 7:30, അതും പോയി കാണാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്കറിയാം. ഇനി നമ്മുടെ മെൻ്റൽ അബിലിറ്റി ടെസ്റ്റിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, മാത്തിൽ 2 ഭാഗമുണ്ട്. വെർബൽ ടെസ്റ്റ് ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്. 2 ഭാഗമായിട്ട് വിളിക്കാം. വെർബൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. നിങ്ങളോട് ആ എഴുത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, വെർബൽ എഴുത്ത് വെച്ചിട്ടാണ് കാണിക്കാം. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി കുറേ പിക്ചറും പസിലും സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ ഒന്നും പറയില്ല. ഒരു ക്വസ്റ്റ്യൻ തരും, 4 പാറ്റേൺ തരും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കും. ഡിക്ഷണറിയിലുള്ള സംഭവം, സീരീസ്, അനാലജി, അവിടെ നിങ്ങൾക്ക് വെറുതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഇനി എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, നിങ്ങൾക്ക് സമയം കുറച്ചുള്ളൂ. 2-3 വർഷമൊന്നും ഇല്ലല്ലേ പഠിക്കാൻ എല്ലാ സിലബസ്. ഇതിന് പ്രിസ്ക്രൈബ് സിലബസ് ഇത് ചോദ്യം വരുന്ന ഒരു നിർബന്ധമല്ല.
നമുക്ക് അറിയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഒട്ടും ചോദിക്കാത്ത കാര്യം ചെറുതായിട്ട് പഠിക്കാം. ഞാനിതാ ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻ കൊണ്ടിട്ട് 3 മാസം ഇരുന്ന് പഠിച്ചുകൊണ്ട് കാര്യമുണ്ട്. ഈ വർഷം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ടൈം വേസ്റ്റ്. അത് പഠിക്കാതെ ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്ക് നല്ല മാർക്ക് കിട്ടും. എൻ്റെ റാങ്ക് പോയി, അത് കളയാൻ പറ്റൂല. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എത്ര ക്വസ്റ്റ്യൻ ഓരോ വർഷം വന്നു നോക്കാം. സീരീസ് കംപ്ലീഷൻ 11 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സീരീസ് കംപ്ലീഷൻ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. 11 വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 7, അതിന് മുമ്പത്തെ വർഷം 3. അപ്പോൾ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ വർഷം വന്ന ചോദ്യമല്ല, അപ്പോൾ അത് പഠിക്കണം. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട്, ഓക്കെ, അതും എല്ലാ വർഷം 5 വരുന്നുണ്ട്. അതും ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഈ വർഷം 10 ആവാം, ചിലപ്പോൾ 15 ആവാം, ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇത് ചിലപ്പോൾ കുറയും, പക്ഷേ ഇത് കൂടാം. അപ്പോൾ എന്താണെങ്കിലും ഷുവറായി വരുന്ന ക്വസ്റ്റ്യൻ ഷുവറായി പഠിക്കണം. ഈ ഡയറക്ഷൻ ടെസ്റ്റ് കുറേ വേറെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ PYQ നോക്കി 1ഉം 2ഉം ക്വസ്റ്റ്യനൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കണം. ഡയറക്ഷൻ ടെസ്റ്റ് 2 അല്ല, ഈ പ്രാവശ്യം ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ വന്നാലും പഠിക്കണം. പക്ഷേ ചിലപ്പോൾ ഒരു പ്രാവശ്യം വരുള്ളൂ, ചിലപ്പോൾ വരില്ല. അപ്പോൾ നിങ്ങൾ ഓവർ ടൈം ഡയറക്ഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കുറച്ച് ചോദിക്കുള്ളൂ, പാറ്റേൺ അത് വെച്ചിട്ട്. ഓക്കെ, ഇൻസേർട്ട് മിസ്സിംഗ് നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ്. ലോജിക്കൽ വെൻ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ വേഗം വരുന്നുണ്ട്. ഇനി ഇതിൽ ഏത് വീഡിയോ ആണ് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ വേണ്ടത് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലോജിക്കൽ വെൻ ഡയഗ്രം വേഗം തന്നെ വരുന്നതായിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ഓഫ് ഏജിൻ്റെ പ്രോബ്ലം. എൻ്റെ രാഹുലിന് 5 വയസ്സാണ്, അല്ല രാഹുലിന് X വയസ്സാണ്, മാനുവിന് ഇത്ര വയസ്സാണ്, അയാൾ 10 വർഷം കഴിയുമ്പോൾ ഇതിന് ഡബിൾ ആവും. ആ ക്വസ്റ്റ്യൻ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അലക്സാർ ചെയ്തിട്ടുണ്ട്, അതും കാണാം. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റ്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തകർക്കുന്നു. അനലിറ്റിക്കൽ റീസണിങ്, അനാലജി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അനാലജിയും കോഡിങ്ങും ഡീകോഡിങ്ങും കൊണ്ട് 9, 15, 5 നല്ല വെയിറ്റേജിൽ വരുന്ന ചോദ്യം കേട്ടോ. ഇനി മാട്രിക്സ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടില്ല, അപ്പോൾ വേണ്ട. ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻ നിങ്ങളൊന്ന് പഠിച്ചിരുന്നോ? ഇയാളുടെ അച്ഛനാണ്, ഇയാളുടെ മോനാണ്, അയാളുടെ അളിയൻ്റെ മോൻ്റെ ഭാര്യ ആരാണ്? അങ്ങനെ ചോദ്യം വരാം. അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ള വീഡിയോ വരുന്നതായിരിക്കും, പേടിക്കണ്ട. ചിലപ്പോൾ ഈ വർഷം 1-2 മാർക്കിന് ചോദ്യം വരായിരുന്നു. ഈ മാത്സ് റിലേറ്റഡ് 5 പെൻസിൽ വാങ്ങിച്ചപ്പോൾ ഇത്ര രൂപ, 4 റബ്ബർ വാങ്ങിച്ചപ്പോൾ വേറെ രൂപ. അപ്പോൾ ഞാൻ 3 പെൻസിൽ 6 റബ്ബറും വാങ്ങിച്ചാൽ എനിക്ക് എത്ര പൈസയാണെന്ന് വരും. അങ്ങനത്തെ ചോദ്യമാണ് വരിക. ക്ലോക്ക് ടൈം, ഇപ്പോൾ ക്ലോക്ക് 2 മണി. ഇനി അത് ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവർ ഹാൻഡ് 6 മണിയാകുമ്പോൾ എത്ര ഡിഗ്രി മുറിഞ്ഞു, അല്ല എത്ര ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുക. സിമ്പിളാണ്. ആ ക്ലോക്ക് ടൈപ്പ് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ കാലണ്ടർ ടൈപ്പ്, ഈ ദിവസം, ആഴ്ച, മാസം, ഇത്ര അടുത്ത ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ. ഓക്കെ, ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുന്ന വർഷത്തെ പറ്റിയിട്ടൊക്കെ ചോദ്യമായിരിക്കും. മൺഡേ വെച്ചിട്ട് വർഷം തുടങ്ങുകയാണെങ്കിൽ അവസാനത്തെ ദിവസം എന്താണ്? പേടിക്കേണ്ട, അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ടോപ്പിക് ഏതാണെന്ന് പറയാം. ആ വീഡിയോ നമ്മൾ വേഗം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇമ്പോർട്ടൻസ് മനസ്സിലുണ്ടാവും, ഏതാണ് എപ്പോഴാണ് എങ്ങനെ പഠിക്കണമെന്ന്. ഓക്കെ, പഠിപ്പിക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ആകെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾ ജ്വാല NMMS എക്സാം എന്ന് പറഞ്ഞ ബാച്ചിൽ ഭാഗമായിരിക്കുകയാണ്. ഇനി നോൺ വെർബൽ ടെസ്റ്റിൽ ഇപ്പം പസിൽ, ഡയഗ്രാം, ഫോട്ടോസ് അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ എവിടെ വന്നാൽ സിമിലാരിറ്റി, ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന എന്താണ്? സിമിലാരിറ്റി. ഓക്കെ, സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട്. സീരീസ് വന്നിട്ട് സീരീസ് ഉറപ്പായിട്ട് വരും. ഇത് അനാലജി, നോൺ വെർബൽ അനാലജി, അതും ഇതും സെയിം സംഭവമാണ്. ഇതിൽ ഫോട്ടോവും വീഡിയോ വരില്ല, പേപ്പറിൽ പിക്ചറൊക്കെ ആയിട്ടായിരിക്കും വരിക. പിന്നെ ഡിക്ഷണറിയിലെ ഓർഡർ, ചില വേർഡ്സ് ഡിക്ഷണറിയിൽ ഇപ്പോൾ നോക്കിയാൽ ആകാശ്, ഓക്കെ, ആകാശ്, അഭിനവ്, അലൻ, ഈ വാക്കുകൾ ഏത് ഓർഡറിൽ ഡിക്ഷണറി വരാം. നിങ്ങളുടെ റോൾ നമ്പർ ഇല്ലേ, സ്കൂളിലെ റോൾ നമ്പർ, അതേപോലെ തന്നെ ആദ്യം അഭിനവ് ഉണ്ടാവും, പിന്നെ ആദിത്യ ഉണ്ടാവും, പിന്നെ അമൻ ഉണ്ടാവും, അങ്ങനെയാണല്ലോ വരിക. ABCD ആ ഓർഡർ നോക്കി ചെയ്യാൻ പറ്റിയ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പൈ ചാർട്ടിൻ്റെ മോഡൽ ഉണ്ടാവും. പിന്നെ ക്ലാസിഫിക്കേഷൻ വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫിഗേഴ്സാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഫിഗേഴ്സ് വേഗം നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ചാനലിൽ വരുന്നതായിരിക്കും. പ്രോബ്ലം ഫിഗേഴ്സ് നിങ്ങൾ 4 റൗണ്ട് വട്ടം തിരിച്ച് കളിച്ചത് 5ാമത്തെ ഫിഗർ സ്പോട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും 4-5 പ്രാവശ്യം ചോദിച്ചാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ആകെ ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക. അവരോടും പറയുക എക്സാമിനർ ഫ്രീ ആയിട്ട് ബാച്ച് നടത്തുന്നുണ്ട്, 1 രൂപ പോലും കൊടുക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ ഇതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എവിടെയാണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റീൻ്റെ സാധനം കിട്ടുകയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഞെക്കുക. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോണിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞെക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സാപ്പിൽ ക്വസ്റ്റ്യൻ വരും. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻസർ ചെയ്യുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും പഠിക്കാം. അതുപോലെ പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ലൈവ് ഉണ്ട്, റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് മക്കളെ. വേഗം ജോയിൻ ചെയ്യുക, പഠിക്കുക, NMMS സ്കോളർ ആവുക ആൻഡ് ബി എ പ്രൗഡ് എക്സാമിനർ സ്റ്റുഡൻറ്റ്. അലൻ സാറും എക്സാമിനർ ടീം ഫുൾ നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന്. ആൻഡ് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ വേറെ
8ാം ക്ലാസ്സിൻ്റെ ഫുൾ അടിപൊളി ക്രിസ്മസ് എക്സാം സ്പെഷ്യലും റിവിഷൻ ബാച്ചും എല്ലാം ഉള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 1500 ഫീസ്. ഇത് വേറെ ബാച്ചാണ് മക്കൾ, 8ാം ക്ലാസ്സിൻ്റെ ബാച്ച്. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ റെക്കോർഡഡ് ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ് എല്ലാ സംഭവം കിട്ടുന്ന ബാച്ച് വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് NMMS ആയിട്ട് ബന്ധമില്ല, NMMS ഫ്രീ ആണ്, യൂട്യൂബിലാണ്. ഇത് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ച് അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, അതിനും ഈ ചാനൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം, ജോയിൻ ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ക്ലാസ്സസ് വരുന്നുണ്ട് മക്കളെ, അടിപൊളിയായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് NMMS ക്രാക്ക് ചെയ്യാം.